എന്തൊരു കഷ്ടമുള്ളത്. ഇത്രയും നേരം നടന്നിട്ട് കിട്ടിയത് ആപ്പാണതായി കോളാമ്പിയ. അറിയാ ഇത് വെച്ചിട്ടല്ല, ഇത് അത്തപ്പൂക്കളത്തിനൊന്നും ഇടാറില്ല. വെറൈറ്റി ആയിരിക്കും, നമുക്ക് സ്പെഷ്യൽ എന്ന് പറയാം. പിന്നല്ല പിന്നെ പൂവില്ലാതോ ഏത് ചെമ്പരത്തി. ആദ്യം അടുത്ത സാധനം കിട്ടി. 3 4 അളിയാ വേറൊന്നും കാണാനില്ല ഇവിടെ. അത് പറിക്കാൻ പറ്റൂളയാ? അത് പറിക്കാനേ ശരി പാടാ. അത് മണ്ടലല്ലേ, ചാടി കയറി പറയല്ലേ. പിന്നെ ഞാൻ അളിയനെ കൊണ്ട് ഇതിന് വന്നേ. അതെ പറയലയാ. അതെയാ ഇത്രയും പൂ കൊണ്ട് പോയിട്ട് അത്തപ്പൂക്കളം പോയിട്ട് അത്തം പോലും ഇടാൻ പറ്റില്ല. എന്താ ചെയ്യാ? ഏത് ഏരിയയിൽ പോയാ പൂ കിട്ടും? സത്യം പറഞ്ഞ ഈ ഏരിയയിലൊക്കെ അളിയാ ഇവിടൊക്കെ ഇഷ്ടം പോലെ പൂ ഉണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ ഇത്. എന്നിട്ടാ പൂവൊക്കെ എവിടെ കാണും? അളിയാ കറക്റ്റ് ഈ ഏരിയയിലേ ഒരു കൂട്ടം മഞ്ഞപ്പൂ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. എടാ നമ്മൾ ഇത്ര ബിൽഡപ്പ് ഇട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ പൂവൊന്നും ഇല്ലാതെ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര നാണക്കേടാവും. ഇല്ലേ? ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് നമ്മൾ എടുത്തിട്ട് എങ്ങനെയാണെങ്കിലും പൂ കൊണ്ടുവന്ന് വീട്ടിൽ കയറണുള്ളൂ. നേരെ പാറോടെ സൈഡിൽ പോയാലോ? എന്തിന്? നിനക്ക് ആ ഏരിയ പോയി മടുത്തില്ലേടാ? അവിടെ ആവുമ്പോ കൊട്ടാവടിയുടെ പൂവാണ്. കൊട്ടാവാടി വെച്ചിട്ട് കൊട്ടാവടിയുടെ പൂ വെച്ചിടും. അത് മാത്രം വെച്ചിട്ട് എങ്ങനെയാണ് അത്തമക്കൾ ഇടുന്നേ? കുറച്ചെങ്കിലും ഇടാൻ കാണുമല്ലോ. നമുക്ക് വേറെ വഴിക്ക് പോവാ. കടയിൽ പോയാലേ? കടയിൽ നിന്ന് മേടിക്കാനോ? കടയിൽ പോയിട്ട് സ്ഥിരം മേടിക്കുന്ന സാധനം മേടിക്കണ്ട. പിന്നെ ഇതേപോലത്തെ കോളാമ്പിയോ അങ്ങനത്തെ അതിലൊക്കെ പൂ കാണുമല്ലോ, അത് മേടിക്കുന്നു. നേരെ കൊണ്ടുവരുന്നു, അത്തപ്പൂക്കളും ഇടുന്നു. എവരെടുത്ത് പറയുന്നു നമ്മൾ പറിച്ചാണെന്ന്. ശിവാനി, പാറു, കല്ലു, ലച്ചു, അമ്മുമ്മ, എന്റെ അമ്മ കുറെ പേര് അവിടെ ഉണ്ട്. അവരെയൊക്കെ മണത്ത് കണ്ടുപിടിക്കുന്നത് കടയിൽ നിന്ന് മേടിച്ചതാണ്. നമുക്ക് ഒപ്പിക്കാം. ബാ നീല കവർ കിടന്നു. എന്റെ പൊന്നളിയാ എന്തിനളിയാ ഈ പഞ്ചായത്ത് ഇല്ലല്ലോ പൂവൊന്നും. എവിടെന്നെങ്കിലും ഒപ്പിച്ചേ പറ്റത്തുള്ളൂടാ. ഞാൻ പറഞ്ഞ പോലെ കടയിൽ തന്നെ പോയി മേടിച്ചാലോ? കടയിൽ പോക്ക് നടക്കുന്ന കാര്യമല്ല. അളി നിന്നേ. എന്താണ് നിന്റെ പ്രശ്നം? പൂ നോക്കണ്ടേ? പിന്നെ അവിടെയാ ഇങ്ങനെയാണോ പൂ നോക്കുന്നത്? പിന്നെ എന്റെ പൊന്നളിയെ വീട്ടിനകത്ത് മറ്റേ മതിലിനപ്പുറത്തേക്കണ പൂ ഞാൻ പിന്നെ വേറെ എങ്ങനെ നോക്കണം? എടാ എനിക്ക് ഇവിടെ കാണാം, അവിടെ പൂ ഇല്ല. അളിയനെ കാണാം, എനിക്ക് കണ്ടുകൂടാ. ചിന്തിച്ചിട്ട് നീ വാ. അളിയാ ഇങ്ങ് വാ, വാ ഇവിടെ. ഞാൻ പറഞ്ഞ ഇവിടെ പൂ കാണുമെന്ന്. പൂവ് ഇവിടെ അങ്ങോട്ടെ കാടൻ പോണ്. അങ്ങടാ എന്തിന്? പിച്ചാൻ. അത് മോശമല്ലേ അങ്ങനെ വീട്ടിൽ കയറി പിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാ? വീട്ടിൽ കയറിയല്ലോ, ഞാൻ പറമ്പിൽ കയറിയല്ലേ പൂ വെച്ചാൽ. എടാ അത് മോശമല്ലേ? അതിന് വലിയ മോശം എന്നൊക്കെ പറയണ്ടോ? ചെല്ലുന്നു, നമ്മള് പൂ എടുക്കുന്നു, വരുന്നു. എടാ അളിയ മാവിലിനെ വരവേക്കാൻ വേണ്ടി തന്നെയല്ലേടാ നമ്മൾ ഈ പൂക്കളൊക്കെ ഇടുന്നേ. കള്ളവും പൊളിവചനവും ഇല്ലാത്ത നാടുണ്ടാക്കിയ ആളാ. അപ്പൊ നമ്മള് അത്തപ്പൂക്കൾ ഇടുമ്പോ മോഷ്ടിക്കാൻ പറ്റുന്നൊന്നുമില്ല. മാന്യമായിട്ട് കയറി ചോദിക്കുക, പൂ എടുക്കുക, അത്രേ ഉള്ളൂ. അളിയൻ പറഞ്ഞ കാര്യമൊക്കെ വലിയ സംഭവമാണ്, എങ്കിലും ചെറിയൊരു കള്ളമല്ലേ? എടാ കള്ളത്തരം കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. നമുക്ക് നേരിട്ട് പോയി ചോദിക്കാം, അവര് പൂ തരും. ഇല്ലെങ്കിൽ അവര് ചോദിക്കുന്ന പൈസ ഞാൻ കൊടുക്കൂടാ. ഈ പൂവിന്റെ അളിയാ അളിയൻ തന്നെ ചെന്ന് പൂ ചോദിക്കും. അളിയന്റെ ഈ ഒരു പ്രൗഢിയൊക്കെ കാണുമ്പോ അവര് പൂ എടുത്ത് തരും. ശരിക്കും? നിനക്ക് പ്രൗഢിയില്ല, നീ സമ്മതിച്ചു? സമ്മതിച്ചു ഞാൻ. എന്റെ പൊന്നളിയാ പിച്ചക്കാരാന്ന് വിചാരിക്കും അവര്. എന്നാ പിന്നെ ക്വാളിറ്റി കൂട്ടി വിളിക്കാം. ഓ അമ്മ, ബെസ്റ്റ് ആന്റി, ഓഹോ ഇതിന് നട കുഴപ്പം. വിളി മദർ, അങ്കിളെ. അത് മര്യാദ. അങ്കിൾ, കുറച്ചുകൂടെ കൂട്ടിയത് ആരും ഇല്ലേ? അത് കയറി പോയ വലിയ കളിയല്ലേ, ചുമ്മാ കൂട്ടിട്ടേ നോക്കാം. ചങ്ങലയുണ്ടോ? ചങ്ങലയൊന്നും കാണുന്നില്ല. ഞാൻ തുറന്ന് കയറളേ അങ്ങോട്ട്. കേറാല്ലേ? അങ്കിളെ. അങ്കിളെ. ആന്റി, ബെല്ലടി ബെല്ലടി. പട്ടി പട്ടി പട്ടി. അളിയാ മുണ്ട് മുണ്ട്.